പരിമിതികളെ അതിജീവിച്ച സുനി വർക്കിക്ക് ജീവിക്കാൻ കൈത്താങ്ങേകി വ്യാപാരികൾ. നെടുമ്പാശ്ശേരി മേഖല വി കെയർ പാലിയേറ്റീവ് സൊസൈറ്റിയാണ് പുതുവർഷ പുലരിയിൽ സുനിക്ക് സഹായഹസ്തവുമായി എത്തിയത്. പല വർണ്ണങ്ങളിലുള്ള മുത്തുകൾ കോർത്ത മാലകൾക്ക് കാഴ്ചയ്ക്ക് ഏറെ ഭംഗിയുണ്ടെങ്കിലും ഈ മുത്തുകളൊക്കെയും മാലയാക്കി മാറ്റിയ സുനി വർക്കിയുടെ ജീവിതം പക്ഷെ അത്ര നിറമുള്ളതല്ല. തുരുത്തുശ്ശേരി മൽപ്പാൻ വർക്കി മറിയം ദമ്പതികളുടെ 3 പെൺമക്കളിൽ രണ്ടാമത്തെ മകളായി ജനിക്കുന്നത് തന്നെ കാലുകൾക്ക് വൈകല്യവും ബലക്ഷയവുമായിട്ടാണ്. 2 സഹോദരിമാരും വിവാഹം കഴിഞ്ഞു പോയതോടെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതലയും സുനിയുടേതായി. വിധിയെ പഴിച്ച് കാലം കഴിച്ചുകൂട്ടാൻ നിൽക്കാതെ വിധിയോട് പൊരുതി ജീവിക്കാൻ തന്നെ സുനി തീരുമാനിക്കുകയായിരുന്നു. ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കാത്ത സുനി മറ്റുള്ളവർക്ക് ഭാഗ്യമേൽക്കാൻ തീരുമാനിച്ചിടത്ത് ജീവിതത്തിന്റെ പുതുനാമ്പുകൾ മൊട്ടിട്ടു. യൂട്യൂബ് നോക്കി കരകൗശല വസ്തുക്കളും മാലകളുമെല്ലാം നിർമ്മിക്കാൻ പഠിക്കുകയും ഇങ്ങനെ നിർമ്മിച്ച വിൽപ്പന നടത്തുകയും ചെയ്തു. എന്നാൽ ഇതുകൊണ്ട് മാത്രം വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ താങ്ങാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സുനി അമ്മയുടെ സഹായത്തോടെ പലഹാരമുണ്ടാക്കി വിൽപ്പന നടത്താൻ ആലോചിച്ചെങ്കിലും ഒരു സ്ഥാപനം വേണമെന്ന ചിന്ത ആഗ്രഹത്തെ പിറകോട്ടടിപ്പിച്ചു. എന്നാൽ സുനിയുടെ അവസ്ഥ മനസ്സിലാക്കിയ വ്യാപാരികൾ സഹായഹസ്തവുമായി എത്തുകയായിരുന്നു. പുതുവർഷ പുലരിയിൽ സുനിക്ക് കച്ചവടം നടത്താൻ നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് സമീപം പഞ്ചായത്തിന്റെ അനുമതിയോടെ തന്നെ കിയോസ്കാണ് ഇവർ സ്ഥാപിച്ചു നൽകിയത്. നെടുമ്പാശ്ശേരി മേഖല വി കെയർ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ തുടക്കവും സുനിക്ക് കിയോസ്ക് നൽകിക്കൊണ്ടായിരുന്നു. നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AB സുനിൽ പാലിയേറ്റീവ് പദ്ധതിയുടെ ഉദ്ഘാടനവും കിയോസ്കും കൈമാറി. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കാര്യമാണ് നിങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ പിന്തുണയും നിങ്ങൾക്കുണ്ടാകും. നമുക്കറിയാം, വേദനിക്കുന്നവരെയും ഒറ്റപ്പെട്ടു പോകുന്നവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുകയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ നിർവഹിക്കുന്നു എന്നതാണ് കരിഞ്ഞൻ്റെ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കേരളത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് വരെ നിങ്ങളുടെ ശക്തമായ ഇടപെടലും സാന്നിധ്യവുമുണ്ട്. ആ നിലയിൽ നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനവും മാതൃകാപരമാണ്. നെടുമ്പാശ്ശേരിയെ സംബന്ധിച്ചോളം എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കരിയാട് ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് CP തര്യൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ ഭരതൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിയാട് യൂണിറ്റ് പ്രസിഡന്റ് KJ ഫ്രാൻസിസ്, PD തോമസ്, PV കുഞ്ഞ്, ഭാരവാഹികളായ KB സജി, ഷാജു സെബാസ്റ്റ്യൻ, PJ ജോയ്, CY ഷാബോർ, ഷൈജൻ P പോൾ, PY കുര്യച്ചൻ, മോഹൻ പറമ്പിൽ, MR നാരായണൻ, സുമി സുധാകരൻ, റാണി പോൾസൺ, മോളി മാത്തുക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് 2025 തുടക്കം മർച്ചൻസ് വെൽഫെയർ ട്രസ്റ്റ് വിവിധ യൂണിറ്റുകളുമായി സംയോജിച്ച് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പാലിയേറ്റീവ് വർഷം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈ പാലിയേറ്റീവ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് പല സംശയങ്ങളും നിലനിന്നിരുന്നുവെങ്കിൽ പോലും സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ഓരോ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായി തന്നെ നടത്തണമെന്നത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. തീരെ സമൂഹത്തിൽ പാവപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഈ സംഘടന കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവനായി ചെയ്യുക എന്നത് തന്നെയാണ് ഇതിനകത്ത് ട്രസ്റ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. 2018 പ്രളയത്തിൽ നമ്മൾ പൂവത്തുശ്ശേരിയെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ദുരിതം അനുഭവിച്ച വ്യാപാരികൾക്ക് നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങളും സഹായങ്ങളും നൽകി കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ഒരു വികലാംഗയായ നിഷ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ കുടുംബാംഗങ്ങളുടെ കൂടി ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ സ്ഥാപനം കൊടുത്തത്. ആ സ്ഥാപനം കൂടുതൽ പ്രവർത്തനം മികവ് നേടിക്കഴിഞ്ഞപ്പോൾ അവർ ജംഗ്ഷനിലേക്ക് പുതിയൊരു വ്യാപാര സ്ഥാപനം നടത്തി. അത് ഉദ്ഘാടനം ചെയ്തത് ഞാനും ഷാജുവും ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ശ്രീമതി നിഷ അന്ന് പറഞ്ഞൊരു കാര്യം, ഏറെ പ്രതിസന്ധി നേരിട്ട ഒരു ഘട്ടത്തിൽ എൻ്റെ കുടുംബത്തെ സഹായിക്കാൻ ഈ സംഘടന തയ്യാറായി എങ്കിൽ തീർച്ചയായും ഇത്തരം ദുരിതം അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതേപോലെ ആവശ്യമുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ എൻ്റെ സ്ഥാപനം വിട്ടു നൽകാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ശ്രീമതി നിഷ പറഞ്ഞത്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, അത് ശ്രീമതി നിഷയുടെ പ്രവർത്തനം ഒരു മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ്. ആ മാതൃകാപരമായ പ്രവർത്തനം തന്നെയായിരിക്കണം ശ്രീമതി സുനിയും ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് മർച്ചൻസ് വെൽഫെയർ ട്രസ്റ്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തകരും ആവശ്യപ്പെടുന്നു.